നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് പ്രപ്പ് PSCയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ LDC എക്സാം കൂടെ കഴിഞ്ഞപ്പോൾ എല്ലാവരും NCERT ടെക്സ്റ്റ് ബുക്കാണ് നോക്കുന്നത് അല്ലേ? കാരണം നമുക്ക് മനസ്സിലായി NCERT ഭാഗത്തു നിന്നും അങ്ങനെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇന്നോ ഇന്നലെയോ ഉള്ള എക്സാമിൽ തുടങ്ങിയതൊന്നുമല്ല. ഇത് ഏറ്റവും എവിഡൻ്റ് ആയിട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ഫയർമാൻ എക്സാം തൊട്ടിട്ടാണ്. അപ്പം ആ ഒരു എക്സാമിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ NCERT തുല്യതാ പരീക്ഷാ ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ച ഒരാൾക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന തരത്തിലായിരുന്നു. അത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, അല്ലാതെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട്, അതായത് ഭരണഘടനാ ഭാഗത്തു നിന്നുള്ള ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസും NCERT ടെക്സ്റ്റ് ബുക്കുകളോ അല്ലെങ്കിൽ തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്കുകളോ വായിച്ചു കഴിഞ്ഞാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെറും 2 ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അതായത് വുമൺ CPO എക്സാമിൻ്റെയും അതുപോലെ തന്നെ ഫയർമാൻ എക്സാമിൻ്റെയും. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മാത്രം എത്രത്തോളം ചോദ്യങ്ങൾ ഈ പറഞ്ഞ NCERT പാഠഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എടുത്തത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഈ ഭാഗങ്ങൾ വരുന്ന പാഠഭാഗങ്ങൾ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ ഒരു PDF-ഉം ഇടാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു എന്നാണ് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഫാക്ട് ആണ് അല്ലെ. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു അല്ലെ, രൂപീകരിച്ചു. അത് കഴിഞ്ഞ് 1946 ഡിസംബർ 9 എന്ത് ചെയ്യുന്നു, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ എന്തായാലും ഒന്ന് ആൻസർ ഓപ്ഷനിൽ വരണം, ഒന്ന് വരാത്ത നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അടുത്തത്, സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തവരാണെന്നാണ് പറയുന്നത്. ഇത് NCERT എവിടെയാണെന്ന് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പം നേരിട്ട് തെരഞ്ഞെടുത്തവരാണോ? അല്ല. നമുക്കറിയാം 389 ആയിരുന്നു ആകെ സീറ്റുകൾ. അതിൽ 296 ബ്രിട്ടീഷ് പ്രവിശ്യകൾക്കും 93 നാട്ടുരാജ്യങ്ങൾക്കും മാറ്റിവെക്കുകയാണ്. ഈ 296 പേരാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്നത്. പക്ഷെ ഈ 93 പേര് എങ്ങനെയാണ്, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് കൂടിയാലോചനയിലൂടെയോ അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ നാമനിർദ്ദേശം ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് വരുമോ? ഇല്ല. അപ്പൊ ഇത്രയും ഒന്നും ഇതാകെ വിവിധ പ്രവിശ്യകളാണോ, ഇതൊന്നും കൺഫ്യൂസിങ് ആവണ്ട. ഈ ഒരു ഒറ്റ വാക്ക് നോക്കുക, നേരിട്ട് തെരഞ്ഞെടുത്തവരല്ല, നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പൊ തന്നെ മനസ്സിലാവും ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ളത്. അപ്പൊ എല്ലാ പ്രസ്താവനകളും നമുക്ക് ഒഴിവാക്കാം, 1ഉം 2ഉം ഒഴിവാക്കാം. മൂന്നാമത്തത് വായിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്തു, ആൻസർ കിട്ടി. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ലോജിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ പഠിച്ച ഏതൊരാൾക്കും അറിയാം എന്തല്ല, നേരിട്ടല്ല തെരഞ്ഞെടുത്തത്, പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. അതുപോലെ എല്ലാ അംഗങ്ങളും ഈ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെ വന്നവരാണോ? അല്ല എന്നുള്ള കാര്യം. ഇനി ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നോക്കാം. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഔപചാരികമായി ഭരണഘടന രൂപീകരിച്ചത്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇവിടെ വായിക്കുന്നുള്ളൂ. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. കണ്ടോ, പരോക്ഷ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തോ? ഇല്ല. നമ്മുടെ സംസ്ഥാന നിയമസഭകളിൽ നിന്ന് MLA-മാരാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ രാജ്യസഭാ MP-മാരെ തെരഞ്ഞെടുക്കുന്നത്. അതേ ഫോർമാറ്റിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാന പ്രവിശ്യകളിലെ, അതായത് സംസ്ഥാന പ്രവിശ്യകളല്ല, അന്ന് ബ്രിട്ടീഷ് പ്രവിശ്യകളാണ്. ഈ ബ്രിട്ടീഷ് പ്രവിശ്യകളിലെ നിയമനിർമ്മാണ സഭകളിൽ നിന്നുള്ള അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്.
ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത്. അതായത് ആർട്ടിക്കിൾ 20 വരുന്ന കാര്യമാണ് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്. ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. നോ ഡബിൾ ജപ്പഡി എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ഇത് 20 ക്ലോസ് 2 വരുന്നതാണ്. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. 20 ക്ലോസ് 1 ആണ്. നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. നോ സെൽഫ് ഇൻക്രിമിനേഷൻ. 20 ക്ലോസ് 3. ഇത് പഠിക്കാത്ത ഒരാൾക്ക് ആൻസർ എഴുതാൻ പറ്റില്ല, എല്ലാ പ്രസ്താവനകളും എന്നുള്ളതാണ്. ഇതും നമ്മൾ ആർട്ടിക്കിളൊക്കെ വെച്ച് പഠിക്കുന്നതാണ്. പക്ഷെ ഒരു NCERT അല്ലെങ്കിൽ തുല്യതാ പരീക്ഷയോ വായിച്ച ഒരാൾക്കും ഇതിന് ആൻസർ എഴുതാൻ പറ്റും. കാരണം എന്താ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നുണ്ട്, കണ്ടോ. ആർട്ടിക്കിൾ 20, കുറ്റം നടന്ന സമയത്ത് നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റക്കാരനെ ശിക്ഷിക്കാൻ പാടുള്ളൂ. പിൽക്കാലത്തുണ്ടായ നിയമങ്ങൾ മുൻകാലത്തെ കുറ്റകൃത്യങ്ങൾക്ക് ബാധകമല്ല. അതായത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല എന്ന് അവിടെ പറയുന്നത്. കുറ്റം ചെയ്ത അവസരത്തിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് എന്ത് ശിക്ഷ നൽകുമോ അതിൽ കൂടുതൽ ശിക്ഷ ആർക്കും നൽകരുത്. ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ആരെയും ശിക്ഷിക്കാൻ പാടില്ല. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരെ സാക്ഷിയാകാൻ നിർബന്ധിക്കാൻ പാടില്ല. ഇതേ കാര്യം തന്നെയല്ലേ ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ആണ്. അടുത്ത ചോദ്യം, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ശരി തെറ്റെന്നൊന്നും നമ്മളോട് പറഞ്ഞില്ല. ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചോദ്യം തന്നെയായിരുന്നു ഇത്. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും എന്നാണ് പറയുന്നത്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. അപ്പം നമുക്കിത് വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. നിയോജക മണ്ഡലങ്ങൾ വലിയ ഭൂപ്രദേശങ്ങൾ. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. വോട്ടർമാർ സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ സാധിക്കും. അപ്പൊ നമുക്ക് പരിചയമുള്ള ഒരു തെരഞ്ഞെടുപ്പ് വെച്ചിട്ട് ഇത് നോക്കാം. അതായത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. നമുക്കറിയാം, രാജ്യസഭാ MP-മാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം അവിടെ ചെറിയ ചെറിയ നിയോജക മണ്ഡലങ്ങളിൽ നിന്നാണോ രാജ്യസഭാ MP-മാരെ തെരഞ്ഞെടുക്കുന്നത്? അല്ല, ഓരോ സംസ്ഥാനത്തിനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, രാജ്യസഭാ സീറ്റുകൾ അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം കേരളത്തിന് എത്രയാണ്, 9 ആണ് അല്ലെ. അതുപോലെ തന്നെ ഉത്തർപ്രദേശിന്റെ പോലെ തന്നെയാണോ മധ്യപ്രദേശ്? അല്ല, മധ്യപ്രദേശ് പോലെയാണോ പിന്നെ ഒരു നമ്മുടെ ബീഹാർ നോക്കിക്കഴിഞ്ഞാൽ? അല്ല. അപ്പം ഇവിടെ സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രദേശമാണോ? സംസ്ഥാനങ്ങൾ വലിയ പ്രദേശങ്ങളല്ലേ? ആണ്. അപ്പം ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ എന്താണ്, നിയോജക മണ്ഡലങ്ങൾ ഭൂമിശാസ്ത്രപരമായിട്ട് വലിയ പ്രദേശങ്ങളായിരിക്കും. ലോകസഭ പോലെ ചെറിയ ചെറിയ നിയോജക മണ്ഡലങ്ങളിൽ നിന്നാണോ തെരഞ്ഞെടുക്കുന്നത്? അല്ല, ഒരു വലിയ ഭൂപ്രദേശത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. ഇപ്പൊ കേരളം നമുക്ക് ഒരു നിയോജക മണ്ഡലമായിട്ട്, അതായത് ഒരു വലിയ ഭൂപ്രദേശമായിട്ടുള്ള നിയോജക മണ്ഡലമായിട്ട് നമുക്ക് കണക്കാക്കാം, സംസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ. അവിടുന്ന് ഒന്നിൽ കൂടുതൽ പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെടുന്നില്ലേ? നമ്മുടെ ഇവിടെ കേരളത്തിൽ നിന്ന് 9 പേര് പോകുന്നില്ലേ അല്ലെ? അല്ലാതെ ഈ 9 പേര് ഓരോരോ നിയോജക മണ്ഡലത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവരല്ലല്ലോ. അല്ല. അപ്പൊ അത് വെച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ശരിയാണോ? വോട്ടർമാർ എന്ന് പറയുമ്പോൾ നമ്മളില്ലേ സാധാരണക്കാരായ ആൾക്കാർക്ക് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ നേരിട്ട് വോട്ട് നൽകാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ. കാരണം നമ്മുടെ ഈ പറഞ്ഞ രാജ്യസഭാ MP-മാരെ തെരഞ്ഞെടുക്കുന്ന നമ്മൾ സാധാരണ വോട്ടർമാരല്ല. നമ്മൾ ഓൾറെഡി തെരഞ്ഞെടുത്തിട്ടുള്ള MLA-മാരാണ് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. അപ്പം നേരിട്ട് വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇവിടെ എന്താ വരിക? 1ഉം 3ഉം ശരിയാണ് എന്നുള്ള പ്രസ്താവന നമുക്ക് ഒഴിവാക്കാം. എല്ലാ പ്രസ്താവനകളും ഒഴിവാക്കാം. പ്രസ്താവന 2 തെറ്റാണോ? അല്ല, ശരിയാണ്. അപ്പൊ പിന്നെ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് വരാനുള്ളത് ഏതാണ്? C ആണ് അല്ലെ. പ്രസ്താവന 3 തെറ്റാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പൊ ഈ ചോദ്യം വന്നത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേബിളിൽ നിന്നാണ്. ഈ ഒരു ടേബിളിൽ നിന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. നോക്കിക്കേ, ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേകം മണ്ഡലങ്ങളായി വിഭജിച്ചിരിക്കുന്നു കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ, ഈ വ്യവസ്ഥ പ്രകാരം ഭൂമിശാസ്ത്രപരമായി ഒരു വലിയ പ്രദേശം തന്നെ നിയോജക മണ്ഡലമായി കണക്കാക്കുന്നു, അല്ലെങ്കിൽ രാജ്യം തന്നെ ഒരു നിയോജക മണ്ഡലമായിട്ട് കണക്കാക്കുന്നു. അപ്പൊ നമ്മള് രാജ്യസഭാ MP-മാരുടെ തെരഞ്ഞെടുപ്പിൽ
എങ്ങനെയാണ്? സംസ്ഥാനത്തെ എന്ത് ചെയ്യാണ്? ഒരു വലിയ നിയോജക മണ്ഡലമായിട്ട് കണക്കാക്കാണ് അല്ലെ ചെയ്യുന്നത്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലാണെങ്കിലോ നോക്കിക്കേ, നമ്മുടെ ഒപ്പം ഇന്ത്യ നോക്കുകയാണെങ്കിൽ 504 രാജ്യത്തെ മൊത്തമായിട്ട് 543 നിയോജക മണ്ഡലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിഭജിച്ചിട്ടുണ്ട്. ഇനി കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയാണ് തെരഞ്ഞെടുക്കുക. ഇപ്പൊ നമ്മുടെ തന്നെ നിയോജക മണ്ഡലം നോക്കി നോക്കിക്കേ, നമ്മുടെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് 2 MP പോയിട്ടുണ്ടോ? ഇല്ല. ഒരു MP നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ? തെരഞ്ഞെടുത്തിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നമ്മൾ ഒരു MLA തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഒരാളെ MLA ആവാൻ പറ്റുള്ളൂ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് അല്ലെ. അപ്പം ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? തെരഞ്ഞെടുക്കുന്നുള്ളൂ. ഇവിടെ ആണെങ്കിലോ 3 അതിൽ കൂടുതലോ പ്രതിനിധികളെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞതാണ് നിയോജക മണ്ഡലമായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ 9 പേരെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുത്ത് വിടുന്നുണ്ട്. ഇനി സമ്മതിദായകർ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്നു. ഇവിടെ നേരിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വോട്ട് നൽകുന്നുണ്ട്. എന്നാൽ ഇവിടെ സമ്മതിദായകർ രാഷ്ട്രീയ കക്ഷിക്കാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ലോക്സഭാ MP അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ പോലെ രാജ്യസഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അത്രയധികം ഒരു വാർത്താ പ്രാധാന്യം കിട്ടാറില്ല. പലപ്പോഴും രാജ്യസഭയിലേക്ക് ആരൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പോലും നമ്മൾ ചിലപ്പം നോക്കാറോ അറിയാറോ ഇല്ല. കാരണം എന്താണ്? അവിടെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഫിക്സ്ഡ് ആയിരിക്കും ആരാണ് ജയിക്കാൻ പോകുന്ന കാര്യങ്ങൾ. കാരണം അവിടെ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്കല്ല, രാഷ്ട്രീയ കക്ഷിക്കാണ് എന്ത് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്നത്. ഒരു കക്ഷിക്ക് സഭയിൽ ലഭിച്ച വോട്ടിനേക്കാൾ സീറ്റ് ലഭിച്ചെന്ന് വരാം, തിരിച്ചും സംഭവിക്കാം. എന്നാൽ ഓരോ കക്ഷിക്കും അവർക്കു ലഭിച്ച വോട്ടുകൾക്ക് ആനുപാതികമായിട്ടാണ് ഇവിടെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ സീറ്റ് ലഭിക്കുന്നത്. അതായത് വോട്ടിന് അനുസരിച്ച് സീറ്റ് അല്ല, വോട്ടിന് ആനുപാതികമായിട്ട് എന്ത് ചെയ്യുന്നു? സീറ്റ് ലഭിക്കുന്നത്. അല്ലാതെ വോട്ടുകളുടെ എണ്ണവും സീറ്റുകളുടെ എണ്ണവും തുല്യമായിരിക്കും എന്നല്ല അവിടെ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതായത് നമ്മുടെ നിയോജക മണ്ഡലം എടുക്കാം, ആ ജയിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അയാൾക്ക് 50% കൂടുതൽ വോട്ട് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും. ഇപ്പൊ ഒരു 4 പേര് മത്സരിക്കുന്നുണ്ട് എന്ന് വെക്കാം. ഒരാൾക്ക് 30% വോട്ട് കിട്ടി, ഒരാൾക്ക് 20% വോട്ട് കിട്ടി, മറ്റൊരാൾക്ക് 10% വോട്ട്, അടുത്തൊരാൾക്ക് 10. അപ്പൊ എത്രയായി? 30, 40, 50, 67. ഇനി വേറെയും ഒരു 3 പേര് മത്സരിച്ചു എന്ന് വെക്കാം. അപ്പൊ ഇവർക്കൊക്കെ ഓരോ 10% എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ ഇവിടെ ജയിക്കുന്നത് ആരാണ്? 30% കിട്ടിയ ആളാണ് അല്ലെ. 30% കിട്ടിയ ആളാണ്. അപ്പം അയാൾക്ക് 50% കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ജയിക്കാൻ വേണ്ടിയിട്ട്. അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് ലഭിക്കുക എന്നുള്ളത് മാത്രമേ എവിടെയുള്ളൂ? കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പക്ഷേ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ എന്ത് കിട്ടും? ഭൂരിപക്ഷം വോട്ടുകൾ നേടിയിരിക്കും. അപ്പൊ നമ്മൾ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് അല്ലെ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ ഇലക്ഷനൊക്കെ. അവിടെ തൊട്ടടുത്ത് മുൻപത്തെ സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് മാത്രം നേടിയാൽ പോരാ, കൃത്യമായിട്ടൊരു കോട്ട ഓഫ് വോട്ട് നേടിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? വിജയമായിട്ട് പ്രഖ്യാപിക്കുള്ളൂ. ഇനി ഇന്ത്യ, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നു. ഏത് വ്യവസ്ഥ? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇസ്രായേൽ, നെതർലൻഡ് എന്നിവ. അടുത്ത ചോദ്യം നോക്കുക. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വനം കൺകറന്റ് ആണ് എന്ന് നമുക്കറിയാം അല്ലെ. വനം കൺകറന്റ്. തൊഴിലാളി സംഘടനകൾ 2 വാക്കുണ്ട്. എവിടെയാണ്? കൺകറന്റിലാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള കാര്യം. അപ്പൊ ഉറപ്പായിട്ടും ഇത് എവിടെയാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരിക. അപ്പൊ നമ്മുടെ ആൻസർ സി ആണ്. വിദ്യാഭ്യാസം നമ്മൾ കാലങ്ങളായിട്ട് പഠിക്കുന്നതാണ് അല്ലെ. കൺകറന്റ് ലിസ്റ്റിലാണ് എന്നുള്ള കാര്യം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഫെഡറലിസം എന്ന് പറഞ്ഞിട്ട് NCERT ഒരു ചാപ്റ്റർ ഉണ്ട്. തുല്യതാ പരീക്ഷയിലും ഇതേ 8ാമത്തെ ചാപ്റ്റർ ആണ് ഫെഡറലിസം എന്ന്. 7ാമത്തെ ചാപ്റ്റർ ആണ് ഫെഡറലിസം എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എന്തുണ്ട്? ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിൽ ഒരുവിധപ്പെട്ട കാര്യങ്ങൾ, അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഇത്രയല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എല്ലാം നമുക്ക് പഠിക്കാനും പറ്റില്ല. അപ്പൊ പ്രധാനപ്പെട്ടതും ഈ പറഞ്ഞ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതും അതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുള്ളതും അതുപോലെ ഓപ്ഷൻസ് മാത്രമല്ല, ഓപ്ഷൻസ് അല്ലാതെ അതിന്റെ കൂടെ കൊടുത്തുള്ളതൊക്കെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവിടെ നോക്കിക്കേ, വിദ്യാഭ്യാസം, വനം,
തൊഴിലാളി സംഘടനകൾ, പ്രാദേശിക ഗവൺമെന്റ് ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അല്ലെ. അപ്പം ഇതെല്ലാം എവിടെ തന്നെയുണ്ട്? ഈ ഒരൊറ്റ ടേബിളിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ ലിസ്റ്റുകൾ എല്ലാവർക്കും സംശയമുള്ളതാ. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട്, അതായത് കുറച്ച് ലോജിക് ഉപയോഗിച്ചിട്ട് ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, കാണാതെ എത്ര പഠിച്ചാലും മാറിപ്പോ. അപ്പം യൂണിയൻ ലിസ്റ്റ് നോക്കിക്കേ. പ്രതിരോധം, അണുശക്തി, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, റെയിൽവേ, വലിയ വലിയ സാധനങ്ങളാണ് അല്ലെ. അതായത് മൊത്തത്തിൽ ഒരു രാജ്യത്തിനെ മൊത്തമായിട്ട് കാര്യമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെയേ വരുള്ളൂ? യൂണിയൻ ലിസ്റ്റിൽ. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ വ്യോമപഥങ്ങളൊക്കെ, എയർലൈൻസ് ഒക്കെ വലിയ വലിയ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണോ? അല്ല, വലിയ വലിയ കാര്യങ്ങൾ. തുറമുഖം, വിദേശ വ്യാപാരം, ആദായ നികുതിയൊക്കെ നമ്മൾ എല്ലാവരും അടയ്ക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. അത്യാവശ്യം പൈസ ഉള്ളവരല്ലേ അടയ്ക്കുള്ളൂ? ആണ്. അപ്പം ഇത്തരത്തില് ഇങ്ങനത്തെ അതുപോലെ കോർപ്പറേറ്റ് നികുതി, നമ്മുടെ കസ്റ്റംസ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. സംസ്ഥാന ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഒരു പടി കുറച്ച് കുറഞ്ഞ സാധനങ്ങളാണ്. കൃഷി, പോലീസ്, ജയില്, പ്രാദേശിക ഗവൺമെന്റ്, പൊതുജനാരോഗ്യം, മദ്യ നിയന്ത്രണം. ഇത് വേണേൽ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കാം. ഇപ്പൊ മദ്യം കഴിച്ചതിന് പോലീസ് എന്ത് ചെയ്യുന്നു? ജയിലിൽ കൊണ്ടിടുന്നു. ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്ത് ചെയ്യണം? കൃഷിയൊക്കെ ചെയ്യണം. പിന്നെ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യം പോവും അല്ലെ. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു കടയൊക്കെ ഇടാനോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി വരും അല്ലെ. അപ്പൊ അവിടെ പ്രാദേശിക ഗവൺമെന്റ് കിട്ടി. പിന്നെ ഭൂമിയിലുള്ള അധികാരങ്ങൾ, വ്യാപാരവും വാണിജ്യവും, മൃഗസംരക്ഷണം, പിന്നെ PSC ഉറപ്പായിട്ടും സ്റ്റേറ്റ് ലിസ്റ്റിലായിരിക്കും വരിക. ഇത്തരത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കാം. അതുപോലെ കൺകറന്റ് ലിസ്റ്റിലാണെങ്കിൽ നോക്കിക്കേ, വിദ്യാഭ്യാസം, കൃഷിഭൂമി, സ്വത്തുക്കളുടെ കൈമാറ്റം, വനം, തൊഴിലാളി സംഘടന, വിവാഹമോചനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയും എന്താണ്? ഇപ്പൊ നമുക്ക് കല്യാണത്തിൽ, വിവാഹം അല്ലെ, വിവാഹത്തിന് 2 പേര് വേണം നമുക്കറിയാം. അതുപോലെ വിവാഹത്തിൽ മായം ചേർത്ത് കഴിഞ്ഞാൽ അവസാനം ഡിവോഴ്സിലെത്തും നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഒന്നിച്ച് കിട്ടും. അതുപോലെ വിവാഹം കഴിഞ്ഞാലല്ലേ നമ്മൾ ദത്തെടുക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുള്ളൂ. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റുകൾ എന്ത് ചെയ്യാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ലിസ്റ്റുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? PSC ഇതുവരെ ചോദിച്ചിട്ടുള്ളതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്ലാസ് ചെയ്യാം. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത്. ഇവിടെ ശരി തെറ്റ് എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ നിങ്ങളൊന്ന് പെട്ടെന്ന്, ഇപ്പൊ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആവില്ലേ? പക്ഷെ ഇവിടെ പെട്ടെന്ന് ആൻസർ ഓപ്ഷനിലേക്ക് നോക്കുക. ഇവിടെ ശരി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മളോട് ശരിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമ്മളെ പെട്ടെന്നൊന്ന് സ്റ്റക്ക് ആക്കാനാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു എന്നുള്ളതാണ് പറയുന്നത്. ശരിയാണ്. ബൽവന്ത് റായ് മെഹ്ത്ത ശുപാർശ ചെയ്തിട്ടുള്ള ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് 73, 74 ഭേദഗതികളിലൂടെ. 73 പഞ്ചായത്ത് രാജിനെ സംബന്ധിക്കുന്നു, 74 എന്ത്? മുനിസിപ്പാലിറ്റിയെ സംബന്ധിക്കുന്നു. അപ്പം അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. 3-1 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നമുക്കറിയാം 33% സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നുണ്ട്. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി എന്നാണ് പറയുന്നത്. അപ്പൊ പഞ്ചായത്തിനെ സംബന്ധിക്കുന്ന പട്ടിക ഏതാണ്? 11 ആണ് അല്ലെ. എല്ലാം പായാണെന്ന് ആലോചിച്ചാൽ മതി. പഞ്ചായത്ത്, 11, പട്ടിക. അപ്പൊ പിന്നെ ഇനി 11 ആണോ 12 ആണോ എന്ന് ഡൗട്ട് ആവോ? ഇപ്പൊ ഇക്കഴിഞ്ഞ കണ്ണൂർ കൊല്ലം നടന്ന LDC എക്സാമിന് ഉണ്ടായിരുന്നു അല്ലെ. കുറെ പേര് പെട്ടെന്ന് ആ 12ാം പട്ടിക പഞ്ചായത്ത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. 12ാം പട്ടിക അല്ലെ. അപ്പം ഇങ്ങനെ ആലോചിക്കുക. 11 പട്ടിക, പഞ്ചായത്ത്, പഞ്ചായത്ത് കഴിഞ്ഞിട്ടേ എന്ത് വരുള്ളൂ? മുനിസിപ്പാലിറ്റി. അത് എപ്പോഴും നോക്കിക്കേ, ഗ്രാമം വികസിച്ചിട്ടല്ലേ പിന്നെ നഗരാവുള്ളൂ. അപ്പം നമ്മുടെ ഗ്രാമങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? പഞ്ചായത്ത് എന്ന് പറയുന്നത്. നഗരപ്രദേശങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എന്ത്? മുനിസിപ്പാലിറ്റി. അപ്പൊ എപ്പോഴും പഞ്ചായത്തിന്റെ പിറകെ ആര് വരുള്ളൂ? മുനിസിപ്പാലിറ്റി വരുള്ളൂ. അപ്പൊ 11ാം പട്ടിക എന്താണ്? പഞ്ചായത്ത്. 12ാം പട്ടികയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ് ആൻസർ വരിക. അപ്പൊ ഞാനിത് അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ സെയിം കാര്യം NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളത് തുല്യതാ പരീക്ഷ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് ഇത് ഞാൻ തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 2 ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഭാഗങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 73ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ഭരണഘടനാനുസൃതമാക്കി ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന് അത് രൂപം നൽകി. അതല്ലേ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട 29 വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലേ നമ്മുടെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആണ്. ഇനിതാ സംവരണം നോക്കിക്കേ. എല്ലാ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെയും
1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു. അപ്പം ആൻസർ കിട്ടിയല്ലോ, കിട്ടി. ഇനി അടുത്ത ചോദ്യം. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. 73 ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 74 ഭേദഗതി നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടല്ലേ ആണല്ലേ. 73 74 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതികളാണ്. 73 ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ ഭരണഘടനാനുസൃതമായി, അതുപോലെ 74 ഭേദഗതിയിലൂടെ നഗരപാലിക സംവിധാനങ്ങൾ എന്ത് ചെയ്തു? ഭരണഘടനാനുസൃതമായി എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത സ്റ്റേറ്റ്മെന്റ്, നെഹ്റു അംബേദ്കർ തുടങ്ങിയവർ തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിച്ചിരുന്നു എന്നാണ് നമ്മളെ അങ്ങ് ആകെ കൺഫ്യൂഷൻ ആക്കല്ലേ. നെഹ്റു അംബേദ്കറും അവരങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിക്കാതിരിക്കില്ലല്ലോ, എന്തായാലും അനുകൂലിക്കല്ലോ അല്ലേ എന്ന് നമ്മൾ ആലോചിക്കും. അപ്പൊ നമ്മളിവിടെ ഓൾ ഓഫ് ദ എബവ് ആൻസർ കൊടുക്കുകയും ചെയ്യും. ഒരുപാട് പേര് തെറ്റിച്ചവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം ഈ സാധനങ്ങളൊന്നും നമ്മൾ അങ്ങനെ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കില്ല. കാരണം ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് NCERTയിലെ ലക്ഷ്മികാന്തിന്റെ ബുക്കിലൊക്കെ പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ അത്രയധികം ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു കാര്യമാണ്. നെഹ്റുവും അംബേദ്കറും എന്ത് ചെയ്തിരുന്നില്ല? തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരിക? 1ഉം 2ഉം ആണ്. എന്തുകൊണ്ടാണ് അനുകൂലിക്കാത്തത് നമുക്കൊന്ന് നോക്കാം. പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഭരണഘടന തയ്യാറാക്കിയ സമയത്ത് മതിയായ പ്രാധാന്യം എന്ത് ചെയ്തിരുന്നില്ല? ലഭിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഒന്നാമതായി, വിഭജനം സൃഷ്ടിച്ച പ്രശ്നങ്ങളാൽ ശക്തമായൊരു കേന്ദ്ര ഗവൺമെന്റ് ആണ് ഭരണഘടന വിഭാവനം ചെയ്തത്. കാരണം കുറച്ചുകൂടെ താഴോട്ടൊക്കെ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ സമയത്ത് ഇന്ത്യ പാക് വിഭജനമൊക്കെ നടന്ന അത്രയധികം വർഗീയ കലാപങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അവിടെ വേണ്ടത് എന്താണ്? ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് ആണ് വരേണ്ടത്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സമയത്ത് നമുക്ക് ആ സാഹചര്യങ്ങളൊക്കെ മറികടക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു തദ്ദേശീയവാദമൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആ സമയത്ത് ഉണ്ടാവാൻ പാടില്ല. അതായത് അവനവന്റെ ഒരു ചെറിയ പ്രദേശത്തോടുള്ള ഒരു തദ്ദേശീയവാദം എന്താണ്, ആ സമയത്ത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതുകൊണ്ടാണ് തീവ്രമായ തദ്ദേശീയവാദം ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരാണെന്നായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ അഭിപ്രായം. ഇനി അംബേദ്കർ എന്തുകൊണ്ട് എതിർത്തു നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോഴും നമുക്ക് ജാതീയത ഒന്നും ഇന്നും വിട്ടുപോയിട്ടില്ല. അപ്പൊ അന്നത്തെ കാലത്തെ അവസ്ഥ എന്താ അറിയാം. അംബേദ്കർ എന്ന് പറയുന്ന അത്രയധികം കാരണം അദ്ദേഹം ദളിത് വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അത്രയധികം ജാതീയതയ്ക്കെതിരെ അല്ലെങ്കിൽ ജാതീയമായിട്ടുണ്ടായിരുന്നുള്ള പ്രശ്നങ്ങൾക്കെതിരെയും വിവേചനത്തിനെതിരെയൊക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ താണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു, ഇതിപ്പം നമ്മൾ അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞ് താഴോട്ട് അധികാരം കൊടുത്തു കഴിഞ്ഞാലും ഇത് സാധാരണക്കാരുടെ കയ്യിലൊന്നും എത്താൻ പോകുന്നില്ല. ഈ പറഞ്ഞ ഗ്രാമങ്ങളിലൊക്കെ പ്രബല ശക്തികൾ എന്ന് പറയുന്നത് ആരായിരിക്കും? ഈ ഉയർന്ന ജാതിക്കാരായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അംബേദ്കർ ഇതിനെ എതിർക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും എന്താണ് അല്ലെങ്കിൽ ആ സമയത്ത് അധികാര വികേന്ദ്രീകരണത്തെ എന്ത് ചെയ്തിരുന്നില്ല, അനുകൂലിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അനുകൂലിച്ചിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഗാന്ധിജി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 73 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. അത് നമ്മൾ പഠിച്ചതാണ്. ത്രിതല ഭരണ സംവിധാനമാണ്. ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം. അതും എന്താണ്? ശരിയാണ്. ഇതാ ഞാൻ കാണിച്ചു തരാം. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഏകീകൃത ത്രിതല പഞ്ചായത്ത് രാജ് ഘടനയാണുള്ളത്. ഏറ്റവും അടിത്തട്ടിൽ ഗ്രാമപഞ്ചായത്ത്. ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു ഗ്രാമത്തെയോ ഒരു കൂട്ടം ഗ്രാമങ്ങളെയോ പ്രതിനിധീകരിക്കുന്നു. മധ്യസ്ഥാനത്ത് എന്താണ്? നമ്മുടെ മണ്ഡൽ അല്ലെങ്കിൽ ബ്ലോക്ക്, താലൂക്ക് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. അല്ലെങ്കിൽ മണ്ഡൽ അല്ലെങ്കിൽ താലൂക്ക് പഞ്ചായത്ത് എന്ന് പറയാം. ഇനിയോ ഏറ്റവും മേലെയാണ് എന്തെന്ന് പറയുന്നത്? ജില്ലാ പഞ്ചായത്ത്. ഏറ്റവും മുകൾ തട്ടിൽ ജില്ലാ പഞ്ചായത്ത് ആണ്. അപ്പൊ നമുക്ക് ഞാൻ ഇവിടെ എഴുതാം, ഗ്രാമപഞ്ചായത്ത്. ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്താണ്. പിന്നെ ഏത് വരും? നമ്മുടെ ബ്ലോക്ക് അല്ലെ, ബ്ലോക്ക് ലെവലിൽ വരും. പിന്നെയോ ഏതാണ്? ജില്ലാ പഞ്ചായത്ത് വരും. ഇങ്ങനെയാണ്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ചെറിയ സംസ്ഥാനങ്ങളിൽ മധ്യസമിതി രൂപീകരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവിടെ എന്ത് മതി? ആ താഴത്തെ ഗ്രാമപഞ്ചായത്തും ഏറ്റവും മേലെയുള്ള ജില്ലാ പഞ്ചായത്തും മതി. അപ്പം ഒരു ഏകീകൃത ത്രിതല ഘടനയാണ് ഉള്ളത്. ഈ ഒരു മൂന്ന് ലെവലിൽ വരുന്ന സ്ട്രക്ചർ ആണുള്ളത്. പക്ഷെ ചെറിയ സംസ്ഥാനങ്ങളിൽ എന്തില്ല? മധ്യസമിതി രൂപീകരിക്കണമെന്ന് നിർബന്ധം ഇല്ല. നോക്കിക്കേ, എല്ലാ സംസ്ഥാനങ്ങളിലും
ത്രിതല തദ്ദേശീയ ഭരണ സംവിധാനം അത്യന്താപേക്ഷിതമാണെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ശരിയാവോ? ഇല്ല അല്ലെ, തെറ്റാണ്. അപ്പം ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ഏകീകൃത ത്രിതല സംവിധാനമാണ് ഉള്ളത്. പക്ഷെ അവിടെ തന്നെ എടുത്ത് പറയുന്നുണ്ട്, അതായത് അത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. ചെറിയ സംസ്ഥാനങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ആ നടുവിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്തിന് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. 3 എന്താണ്? തെറ്റാണ്. അപ്പം അതല്ലെങ്കിൽ നമുക്ക് 3 തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഓപ്ഷൻസിലും എന്തുണ്ട്? 3 വരുന്നുണ്ട്. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ഉണ്ടോ? ഇല്ല, 33% എന്ന് നമുക്ക് അറിയാം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ നമുക്ക് ആൻസർ ഓപ്ഷനിലോട്ട് പോവാം. എന്തായാലും 1 ആൻസർ ഓപ്ഷനിൽ വരില്ല, 1 വരുന്നത് കട്ട് ചെയ്തു. ഇനി ബാക്കി നോക്കേണ്ട കാര്യം പോലും ഇല്ല, നമുക്ക് ആൻസർ കിട്ടി. എന്നാലും നമുക്ക് ബാക്കിയുള്ള നമുക്കറിയാം 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നുള്ള കാര്യം നോക്കാം. ജനസംഖ്യാനുപാതികമായി സംവരണം SC/ST വിഭാഗങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട്. ആവശ്യമെങ്കിൽ, നിലവിലില്ല, പക്ഷെ എന്തുണ്ട്? ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാൻ വേണ്ടി സാധിക്കും. നോക്കിക്കേ, സ്ത്രീകൾക്ക് 33% അല്ലെങ്കിൽ 1/3 സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ജനസംഖ്യാനുപാതികമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും 3 പ്രാദേശിക സമിതികളിലും സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ആവശ്യമാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും OBCക്കും എന്ത് ചെയ്യാം? സംവരണം നൽകാം. അതുപോലെ തന്നെ സംവരണം സാധാരണ അംഗങ്ങൾക്ക് മാത്രമല്ല, പഞ്ചായത്ത് അധ്യക്ഷയുടെ സ്ഥാനത്തേക്കും എന്താണ്? ബാധകമാണ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണോ? ആണ്. ഇതാ നോക്കിക്കേ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ ഉത്തരവാദിത്തമുള്ള ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംസ്ഥാന ഗവൺമെന്റുകൾ നിയമിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണോ? അല്ല. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരേ ഒരു തെരഞ്ഞെടുപ്പേ നടത്തുന്നുള്ളൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതേതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളും ആരാണ്? നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. നമ്മളോട് ശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 1 ശരിയാണ് നമുക്ക് മനസ്സിലായി. അപ്പൊ 1 വരാത്ത ആൻസർ ഓപ്ഷൻ നമുക്ക് അവിടെ തന്നെ കട്ട് ചെയ്യാം. അപ്പൊ 2 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പം 2 ഒരിക്കലും ആൻസർ ഓപ്ഷനിൽ വരില്ലല്ലോ, വരില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 ആൻസർ ഓപ്ഷന് വരുന്നതും കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് C ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണെന്ന് അറിയാം. എന്നാലും നമുക്ക് നോക്കാം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട്. ശരിയാണ്. കാരണം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനം അല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വതന്ത്ര അധികാരങ്ങൾ ഉള്ളതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും എന്തുണ്ട്? സ്വതന്ത്രമായ അധികാരങ്ങളുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്, നമുക്ക് നോക്കാം. സംസ്ഥാന ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള ഒരു സംസ്ഥാന ഭരണ സംവിധാനമായിരുന്നു മുൻപ് ഈ പ്രവൃത്തി ചെയ്തിരുന്നത്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പോലെ സ്വയം ഭരണാവകാശമുണ്ട്. ഇതല്ലേ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്? ആണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടേത് ഒരു സ്വതന്ത്രമായ പദവിയാണ്. ഇതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ആണ് സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ കുറെ പേർക്ക് ഡൗട്ട് ആവും, ഗവർണർ അല്ലേ നിയമിക്കുന്നത്? അപ്പൊ തൽക്കാലം നമുക്ക് അവിടെ നിൽക്കട്ടെ. സംസ്ഥാന സാമ്പത്തിക കമ്മീഷന്റെ കാലാവധി 4 വർഷമല്ല 5 വർഷമാണ് എന്നുള്ളത് ഒരു ബേസിക് ഫാക്റ്റ് ആയിട്ട് നമ്മൾ ഒരു കാരണം പഞ്ചായത്ത് രാജ് പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പം അത് 5 വർഷമാണ് കാലാവധി. അപ്പം 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമ്മളോട് ശരി കണ്ടുപിടിക്കാനുമാണല്ലോ പറഞ്ഞത്. 2 വരുന്ന ആൻസർ ഓപ്ഷൻസ് കട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. D ആണ് ആൻസർ എന്നുള്ള കാര്യം. അപ്പൊ 1ന്റെ കാര്യത്തിൽ ഡൗട്ട് വേണ്ട. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നതെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അതായത് നമുക്ക് ടെക്നിക്കലി ഗവർണർ ആണ് അല്ലെ,
അതായത് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു നിയമനം നടത്തുന്ന ആരാണ്? ഗവർണറാണ്. പക്ഷെ ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? സംസ്ഥാന ഗവൺമെന്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ആകെ കൺഫ്യൂഷൻ ആവും. നമ്മൾ ഇങ്ങനെയല്ലല്ലോ, കറക്റ്റ് ടെക്നിക്കലി ഗവർണർ അല്ലേ, നമ്മൾ ഇതെങ്ങനെ കൊടുക്കും? അപ്പൊ ഇവിടെ സ്റ്റെക്ക് ആവണ്ട, അടുത്ത ഒരു ഓപ്ഷനിലോട്ട് നോക്കുക. അപ്പൊ ആ ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയുമെന്ന് ചിലപ്പോൾ മിക്കവാറും ആ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് എന്തായിരിക്കും കറക്റ്റ് അറിയുന്നതോ സിമ്പിളോ ആയിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ എക്സെപ്ഷണൽ ആയിട്ടുള്ള അങ്ങനത്തെ ചില ഭയങ്കര ഒരു 3 സ്റ്റേറ്റ്മെന്റ് വായിച്ചാലും നമുക്ക് ഒരു ഐഡിയയും കിട്ടാത്ത ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു ഭൂരിഭാഗം ചോദ്യങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും അറിയാത്തവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ അറിയുന്ന ഒരാളാണെങ്കിൽ, പഠിച്ച ഒരാൾക്കാണ് എന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കൺഫ്യൂസിങ് ചോദ്യങ്ങളാണ് എന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അല്ലെങ്കിൽ അവർ സിമ്പിൾ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ആ സിമ്പിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ഓപ്ഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നോക്കിക്കേ, കുറെ പേര് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തിരിഞ്ഞു മറിഞ്ഞു അങ്ങനെ ഇരിക്കും. പക്ഷെ അതവിടെ വിട്ടേക്കുക കൺഫ്യൂഷൻ ആണെങ്കിൽ. അടുത്ത ചോദ്യത്തിലോട്ട്, അടുത്ത ഓപ്ഷനിലോട്ട് നമ്മൾ നോക്കുക. ഇനി നമുക്ക് മനസ്സിലായി 1, 3 എന്തായാലും ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാലും വായിക്കാം. തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. അതിനാണല്ലോ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. നോക്കുക. ഓരോ 5 വർഷം കൂടുന്തോറും ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കേണ്ടതാണ്. സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുന്നത് ഈ കമ്മീഷനാണ്. ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നത്? ആണ്. അപ്പൊ ഇവിടെ കണ്ടോ, സംസ്ഥാന ധനകാര്യ കമ്മീഷനെ സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കേണ്ടതാണ്. ഓക്കെ. ഒരു വശത്ത് സംസ്ഥാന ഗവൺമെന്റിനും പ്രാദേശിക ഗവൺമെന്റുകൾക്കിടയിലെ വരുമാന വിതരണവും, മറുവശത്ത് ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെയും നഗര പ്രാദേശിക ഗവൺമെന്റുകളുടെ ഇടയിലെ വരുമാന വിതരണവും ഇതെന്ത് ചെയ്യുന്നു? അവലോകനം ചെയ്യുന്നു. ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമല്ലെന്ന് ഈ നൂതന ആശയം ഉറപ്പുവരുത്തുന്നു. അടുത്ത ചോദ്യം നോക്കുക. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ചാണ് പ്രസിഡന്റ് മറ്റു ജഡ്ജിമാരെ നിയമിക്കുന്നത്. ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാറില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് പേരെ കൺഫ്യൂഷൻ ആക്കിയ ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റ് ആണ്, നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ചാണ് പ്രസിഡന്റ് മറ്റു ജഡ്ജിമാരെ നിയമിക്കുന്നത്. അതും ശരിയാണ്, നമുക്കറിയാം അല്ലെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഉറപ്പായിട്ട് മറ്റു ജഡ്ജിമാരെ നിയമിക്കുന്ന സമയത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടാവില്ല. അപ്പൊ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് എന്ത് ചെയ്യും? പ്രസിഡന്റ് ആലോചിക്കും. ശരിയാണ്. ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാറില്ല. ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ശരിയാണെന്ന് തോന്നും. കാരണം ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ അത് ശരിയാവില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കില്ലേ. അപ്പൊ നമ്മൾ ഇവിടെ സ്വാഭാവികമായിട്ടും ചെയ്യാൻ എന്താ? ഓൾ ഓഫ് ദ എബവ് എന്ന ആൻസർ ഓപ്ഷനിലേക്കാണ് പോവുക. അപ്പൊ നമുക്ക് ഇത് പക്കാ അവര് ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ടുള്ള ഒരു കീഴ്വഴക്കം സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയെ ചീഫ് ജസ്റ്റിസ് ആയി നിയമിക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിലും ഈ കീഴ്വഴക്കം 2 തവണ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ മുതിർന്ന 3 ജഡ്ജിമാരെ മറികടന്നുകൊണ്ടാണ് 1973 ജസ്റ്റിസ് MN റായ് ചീഫ് ജസ്റ്റിസ് ആയി നിയമിക്കപ്പെട്ടത്. വീണ്ടും 1975 ജസ്റ്റിസ് HR ഖന്നയെ മറികടന്നുകൊണ്ട് ജസ്റ്റിസ് MH ബേഗ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിക്കപ്പെട്ടു. രണ്ടും നടക്കുന്നത് നമുക്കറിയാം ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ കാലത്താണ്. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമാണ് സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാരെയും എന്ത് ചെയ്യുന്നത്? ഹൈക്കോടതി ജഡ്ജിമാരെയും പ്രസിഡന്റ് നിയമിക്കുന്നത്. അപ്പൊ ഫലത്തിൽ ഇതിനർത്ഥം എന്താണ്? ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, നിയമനത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം മന്ത്രിസഭയിൽ നിക്ഷിപ്തമാണ് എന്നതാണ്. അപ്പൊ അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് തെറ്റാവില്ലേ? അങ്ങനെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായത് കൊണ്ടാണല്ലോ ഈ പറഞ്ഞ 73 75 ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. സീനിയോറിറ്റി മറികടന്നുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെ നിയമിച്ചത് ആണല്ലേ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇവിടെ ആൻസർ ഏതാ വരിക? 1ഉം 2ഉം ബി ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം. ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്.
ലോകസഭയിലെയും രാജ്യസഭയിലെയും കേവല ഭൂരിപക്ഷം പുറത്താക്കാൻ ആവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ നോക്കുക, ഇപ്പം കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പം ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജിമാരെയും അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരെയൊക്കെ കേവല ഭൂരിപക്ഷത്തിലൂടെ ഒഴിവാക്കുക അല്ലെങ്കിൽ പുറത്താക്കാൻ പറ്റും എന്ന് അങ്ങനത്തെ ഒരു പ്രൊവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഈ ഭരണകർത്താക്കൾക്കെതിരെ അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ ഇവർ നിന്ന് കഴിഞ്ഞാൽ അപ്പം പിന്നെ അവർ പെട്ടെന്ന് എന്ത് ചെയ്യാം? പല കാരണങ്ങൾ പറഞ്ഞ് പുറത്താക്കപ്പെടാം അല്ലെ, അല്ലെങ്കിൽ ഇവർക്ക് ആ തരത്തിലൊക്കെ ട്വിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കേവല ഭൂരിപക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ അതിനൊരു സ്റ്റെബിലിറ്റി കുറവ് വരും. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സാധനം എന്ത് ചെയ്യാറില്ല, എന്തായാലും കൊടുക്കേണ്ടാവില്ല. അതായത് ഒരു അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ തരത്തിൽ ആലോചിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നും അറിയാത്ത ഒരു ബേസ് ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത് ആലോചിക്കാം. അയാൾക്ക് കേവല ഭൂരിപക്ഷം എന്താണെന്നോ പ്രത്യേക ഭൂരിപക്ഷം എന്താണെന്നോ അറിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ എന്ത് കാര്യം നമുക്ക് ലോജിക്കായിട്ട് ചിന്തിക്കണം എന്നുണ്ടെങ്കിലും കോമൺ സെൻസ് ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കാര്യങ്ങളെ കുറിച്ച് വേണം. അപ്പൊ കേവല ഭൂരിപക്ഷം കൊടുക്കാൻ യാതൊരുവിധ സാധ്യതയില്ല എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാവും. അപ്പൊ രണ്ട് ആൻസർ നമ്മളോട് ശരി കണ്ടുപിടിക്കാനാ പറഞ്ഞത്. അപ്പൊ രണ്ട് ആൻസർ ഓപ്ഷൻ വരുന്നത് എന്ത് ചെയ്യാം? നമുക്ക് ഒഴിവാക്കാം അല്ലെ. അപ്പം ഇതാ ആൻസർ കിട്ടി, ഡി ആണ്. 1, 3 ആണ് ശരി എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ലോകസഭയിലെയും രാജ്യസഭയിലെയും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. അപ്പൊ 1, 3 ആണ് എന്ത് ഇവിടെ ശരി. നോക്കിക്കേ, സ്വഭാവ ദൂഷ്യം, അപ്രാപ്തി എന്നിവ തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ഒരു ജഡ്ജിയെ നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു ജഡ്ജിയെ നീക്കം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റാരോപണങ്ങൾ അടങ്ങിയ പ്രമേയം പാർലമെന്റിന്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കണം. അടുത്ത ചോദ്യം നോക്കുക, റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ എന്നാണ് പറയുന്നത്. ആണോ? അല്ല. നമുക്കറിയാം ഹൈക്കോടതികൾക്കും റിട്ട് പുറപ്പെടുവിക്കാം അല്ലെ. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പൊ ഒന്ന് ആൻസർ ഓപ്ഷനിൽ വരുന്നത് നമുക്ക് എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് സമയലാഭം. എക്സാം ഹാളിൽ നമ്മുടെ വിവരം അളക്കാൻ വേണ്ടി മാത്രമല്ല ഇരിക്കുന്നതെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു ഇപ്പൊ പറയും കുറെ പേര് സമയം കൂട്ടിത്തരണം. ഇങ്ങനെ സമയം കൂട്ടി ഒരുപാട് അധികം തന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര്, അതായത് മെജോറിറ്റി ആൾക്കാർ കൃത്യമായിട്ട് ആൻസർ ചെയ്തു. നമുക്ക് അപ്പം ഈ എക്സാം ഹോള് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ വിവരം മാത്രം അളക്കുന്ന ഒരു എക്സാം അല്ല, അല്ലെങ്കിൽ ഒരു പരീക്ഷ അല്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ മുമ്പ് പഠിച്ച പോലെയോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ പോലെ ഇവിടെ എന്താണ് അതായത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ പ്രഷറിനുള്ളിൽ എത്രത്തോളം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പൊ നമുക്ക് ആ പ്രഷറിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് ആ സമയത്തിൽ വളരെ കുറഞ്ഞ സമയത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പം ഇതൊക്കെയാണ് കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അതായത് കുറെ പേരെ ഒഴിവാക്കാനുള്ള, അതായത് എടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, കുറെ പേര് ഒഴിവാക്കിയെങ്കിലേ കുറെ പേര് എടുക്കാനും പറ്റുള്ളൂ. അപ്പൊ അതുകൂടെ നമ്മൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. ഇത് കേൾക്കുമ്പോൾ കുറെ പേർക്ക് എന്നോട് ദേഷ്യം വരും, പക്ഷെ ഇതൊരു ബേസിക് ഐഡിയോളജി ആണ്. അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതിന്റെ ഒരു പ്രശ്നമാണിത്. അതെന്ത് ചെയ്യുക? ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പം നോക്കിക്കേ, ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. നിലവിൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. പ്രധാനമായും 5 റിട്ടാണുള്ളത്. നമുക്കറിയാം ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ, കോവാറന്റോ. അപ്പം 2, 3 ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കുക, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിലെ കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹൈക്കോടതി. സിമ്പിൾ ആണല്ലേ? സംസ്ഥാനത്തിലെ കേസുകളാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അപ്പം ഒന്ന് എന്തായാലും ശരിയാണ്. ഒന്ന് വരാത്ത ആൻസർ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കൂലേ? നമ്മുടെ ഏറ്റവും മേലെയുള്ള കോടതി, ഏറ്റവും പരമോന്നത കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് അല്ലെ. സുപ്രീം കോടതിന്റെ താഴെയാണ് ബാക്കിയുള്ള എല്ലാ കോടതികളും വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് അപ്പീലായിട്ട് എത്തുന്ന എവിടെയാണ്? സുപ്രീം കോടതിയിലാണ്. അപ്പൊ ഉറപ്പായിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാവണം. അപ്പൊ 2 ആൻസർ ഓപ്ഷൻ വരാത്ത നമുക്ക് ഒഴിവാക്കാം. സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും. അത് നമുക്കൊരു സംശയം തോന്നും. സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും. ടെക്നിക്കലി ശരിക്കും പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്? സ്ഥലം മാറ്റുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് എന്ത് ചെയ്യും? ആലോചിക്കും. പക്ഷെ ഇവിടെ എന്താണ്? NCERT ടെക്സ്റ്റ് ബുക്കിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ സ്ഥലം മാറ്റാം സുപ്രീം കോടതി. അപ്പൊ ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട്
എടുക്കുന്നത്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ഫൈനലി ആൻസർ കീ വന്ന സമയത്തും യാതൊരു മാറ്റവും ഇല്ല, ഓൾ ഓഫ് ദ എബവ് തന്നെയാണ് ആൻസർ. അപ്പം നമുക്കിവിടെ കറക്റ്റ് ആയിട്ടുള്ളത് പഠിക്കുകയും വേണം, അതുപോലെ തന്നെ NCERT നോക്കുകയും വേണം. കാരണം എന്താണ്, PSC NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതാ സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ എല്ലാ കോടതികൾക്കും ബാധകമാണ്. ഒരു കോടതിയിലെ വ്യവഹാരങ്ങൾ മറ്റൊരു കോടതിയിലേക്ക് മാറ്റാം. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. ഈ ഒരു വീഡിയോയിൽ വെറും 2 ചോദ്യ പേപ്പറുകൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 ലെവല്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ തന്നെ എത്രത്തോളം NCERT ഭാഗങ്ങളിൽ നിന്നാണ് ചോദിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ ഒരു ഫയർമാൻ എക്സാം തൊട്ടാണ് നമുക്കൊരു എവിഡൻ്റ് ആയിട്ട് അത്രയും മനസ്സിലായി തുടങ്ങുന്നത്. അതേപടി NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ചോദിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആ സമയത്ത് തന്നെ നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടവർക്ക് അറിയാം. അപ്പോൾ നമുക്ക് പരന്ന ഒരു വായന, നമുക്ക് അതായത് ഒരു ജനറൽ നോളജ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞൊരു വീട് കെട്ടുന്ന പോലെയാണ് നമ്മുടെ ഒരു പഠനവും ആവേണ്ടത്, കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കുള്ള പഠനം. കാരണം നമ്മൾ ഇന്നെന്ന് വെച്ചാൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാത്തൊരു പ്രശ്നമില്ല, എവിടെ വേണമെങ്കിലും അത് നമുക്ക് ഒരു രൂപ പോലും മുടക്കാതെ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും. പക്ഷേ ഈ ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് വേണ്ടത് ഒരു കറക്റ്റ് ട്രാക്കിലൂടെ പോകാന്നുള്ളതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ ബേസ് ക്രിയേറ്റ് ചെയ്യുക, SCERT കംപ്ലീറ്റ് ചെയ്യുക, NCERT കംപ്ലീറ്റ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ബുക്സുകൾ ഡിപ്പെൻഡ് ചെയ്യുക. ഇത്തരത്തിലൊരു കറക്റ്റായുള്ള ഒരു ഫോക്കസ്ഡ് ഫോർമാറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ പെട്ടെന്ന് പരീക്ഷകളുടെ ഒരു ട്രാക്കിലേക്ക് എത്താനും റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനും വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ അറിവ് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്നത്തെ ഒരു എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പണ്ട് പറ്റുമായിരുന്നു PSC ഒക്കെ, പക്ഷെ ഇന്ന് അത് പറ്റില്ല. ഇന്ന് നമുക്ക് എന്തുകൂടെ വേണം, നമുക്ക് ബുദ്ധി ഉപയോഗിക്കാനും കൂടെ പറ്റണം. അല്ലെങ്കിൽ പരിശീലനം, അതായത് ചോദ്യ പേപ്പറുകൾ പലതവണ ചെയ്ത് ഓരോ ചോദ്യവും എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം പഠിച്ച് എല്ലാം ഉപയോഗിച്ചാലും നമുക്ക് 100 ചോദ്യം എന്നാലും ചെയ്യാൻ പറ്റില്ല. അതുപോട്ടെ, നമുക്ക് 100 എണ്ണം ചെയ്യേണ്ട, നമുക്ക് ജോലി കിട്ടിയാൽ മതി. അപ്പം ഓരോ ചോദ്യവും ഓരോ തരം. ചില ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ചില ചോദ്യങ്ങൾക്ക് നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, ചില ചോദ്യങ്ങൾ ഇത് രണ്ടും വേണം, നമുക്ക് നമ്മുടെ അറിവും വേണം, അതുപോലെ തന്നെ നമ്മൾ ലോജിക്കായിട്ട് ഉപയോഗിച്ചിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം ഈ ഒരു കഴിവ് എങ്ങനെയാണ് കിട്ടുക, പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും പെട്ടെന്ന് അങ്ങോട്ട് ലോജിക്ക് ഉപയോഗിക്കാനും പറ്റുമോ? ഇല്ല, അത് പരിശീലനത്തിലൂടെ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കുകളുടെ ഒക്കെ PDF ഇട്ടിട്ടുണ്ട്. അതിന്റെ ബേസിൽ നമ്മൾ എക്സാം നടത്താറുണ്ട്, പോൾ എക്സാംസ് ഒക്കെ അവിടെയുണ്ട്, ചെയ്ത് നോക്കാം കേട്ടോ.